ഈ പയ്യനാണെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ ഇവൻ്റെ പേരൻസ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ റൂമിലിട്ട് പൂട്ടി അവനെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സ് അവന് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ വളരെ വീക്കായിട്ട് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറുകയാണ്. അങ്ങനെ ഇവനെ പരിശോധിക്കാൻ വന്ന ഡോക്ടറിനെ മുറിവേൽപ്പിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവന് റോഡിലോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന് പെട്ടെന്ന് വയ്യാതാവുന്നുണ്ട്. ഇവന് നെഞ്ചിലൊക്കെ നല്ല വേദന വരികയും അവന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ അവിടെ തന്നെ തല ഇറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനെ അന്വേഷിച്ച് ആ ഡോക്ടറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സും ഒക്കെ ഇവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഇവിടെ തല ഇറങ്ങി കിടക്കുന്നത് കണ്ട് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അവർ. എന്നിട്ട് ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവരെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും അവൻ അഡിക്റ്റ് ആവൂലേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീയാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അന്വേഷിച്ച് ഈ ഹോസ്പിറ്റലിൽ വരെയാണ്. അപ്പോൾ ഈ ലേഡി ഡോക്ടറെ ഇവൻ കാണുകയാണ്. ഈ ലേഡി ഡോക്ടറിനോട് അവൻ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ പ്രോബ്ലം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുകയാണ് ഇവൻ ഡ്രഗ്സ് അഡിക്റ്റ് ആണോ, ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത പാടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ പേഴ്സണൽ ഡോക്ടർ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് മാത്രം ചോദിച്ചപ്പോൾ ഇവൻ്റെ ഹാർട്ട് വീക്കാണ്, ഇവൻ്റെ ഹാർട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ കാരണമാണ് ഇവൻ ഫെയിൻ്റ് ആയത്, ഇത് ഡ്രഗ്സ് യൂസ് ചെയ്തുണ്ടായ പ്രോബ്ലമാണ് എന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഇവനെ കാണാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവന് ഒട്ടും വയ്യാതെ ബ്രീത്തൊന്നും എടുക്കാൻ പറ്റാതെ അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഈ ലേഡി ഡോക്ടറും പറയുന്നുണ്ട് അവൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ വീക്കാണ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്കാനൊക്കെ നോക്കി ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷനെല്ലാം മനസ്സിലാക്കി ഇവൻ്റെ പേഴ്സണൽ ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട്. പിന്നെ ഇവൻ്റെ അഡിക്ഷനെ കുറിച്ചും ഒക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ലേഡി ഡോക്ടർ മോഡേൺ രീതികളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതുപോലെ ഇവൻ്റെ പേഴ്സണൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ പഴയ പരമ്പരാഗത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവൻ അക്യൂപഞ്ചർ ട്രീറ്റ്മെൻറ്റൊക്കെയാണ്, ചൈനീസ് ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ഇവന് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പഞ്ചിങ് പാടുകളൊക്കെ ഇവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയൊക്കെ അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും അവൻ പ്രോപ്പറായിട്ട് മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.